ഹലോ, എല്ലാവർക്കും അമ്മൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലെങ്തി വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായില്ലേ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കുറച്ച് താമരകളെ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാവേ. ഈ താമരനെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഏതാന്നുള്ള? നല്ല വലിപ്പമുള്ള ഫ്ലവറാണ്. വൈറ്റ് എമറാൾഡ് ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്. ഫുള്ളായിട്ട് വരില്ല എന്ന് തോന്നുന്നു. സീഡ് പോഡ് കാണിക്കാൻ ഇത്തിരി മടി പോലെ. നല്ല ഭംഗിയാണ് കേട്ടോ, അടിപൊളിയാണ്. ഇത് ജാപ്പനീസ് ഓറഞ്ച് ആണ് കേട്ടോ. പുതിയ വെറൈറ്റിയാണ്. പുതിയ വെറൈറ്റികൾ പൂക്കൂല എന്നുള്ളത് അങ്ങനെ പൊതുവെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിത് അങ്ങനെ പുതിയ വെറൈറ്റീസ് ഒന്നും ഒരുപാട് അങ്ങനെ കളക്ട് ചെയ്തിട്ടൊന്നുമില്ല. ഫ്ലവറിങ് ആവില്ല എന്നത് തന്നെയാണ് പിന്നെ കാരണം. എന്നാലും ഇതിൻ്റെ കളർ കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ജാപ്പനീസ് ഓറഞ്ച്. അപ്പോൾ ഓറഞ്ച് കളറിൽ വിരിയോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പം കുറേ ദിവസമായി വിരിഞ്ഞിട്ട്. അതിപ്പോൾ ജസ്റ്റ് വിരിയണേ ഉള്ളൂ. അത്യാവശ്യം ഓറഞ്ച് കളറൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഫ്ലവറിൽ ഏകദേശം റെഫറൻസ് പിക്കിൽ കണ്ട പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ജാപ്പനീസ് ഓറഞ്ചാണ്. ഇതും അതുപോലെ തന്നെ Q201 എന്ന് പറയുന്നൊരു പുതിയ വെറൈറ്റിയാണ്. ഇത് ഞാൻ ആദ്യം വെച്ചിട്ട് എനിക്ക് ട്യൂബർ ആയതാണ് കേട്ടോ. ഫ്ലവറിങ് ആയില്ലായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഞാൻ നട്ട് വെച്ചതാണ്. ഇപ്പോൾ മൊട്ട് കാണുന്നുണ്ട്, 2-3 മൊട്ടുണ്ട്. ഇനിയും വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിത് പച്ച താമരയാണ്. എന്തായാലും ഓപ്പൺ ആക്കി നോക്കാം. പച്ച താമരയാണ് കേട്ടോ. ബട്ടർ മിൽക്കിൻ്റെ ഒക്കെ പോലെയുണ്ട്. നല്ല ഭംഗിയുണ്ട്, അതിലും ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ Q201 വിരിയും കേട്ടോ. കളക്ഷനിൽ ചേർക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ്. പുതിയ വെറൈറ്റി ആണെങ്കിലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്ലവറിങ് ആവുന്നുണ്ട്. ഇത് മൊട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലേ, പഴയ എങ്കിലും പുതിയ വെറൈറ്റിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വെറൈറ്റിയാണ്. അതായത് ഇതിൻ്റെ ഹൈറ്റും മൊട്ടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണെന്ന് മനസ്സിലായില്ലേ. അഖിലയാണ് കേട്ടോ. നല്ല ഹൈറ്റിൽ പോയി എപ്പോഴും ഫ്ലവറിങ് ഉണ്ടാവും. ഇതിനൊക്കെ ട്യൂബർ ആവുന്നത് അപൂർവമാണ്. നല്ലപോലെ ഫ്ലവറിങ് തരുന്ന വെറൈറ്റിയാണ് കേട്ടോ അഖില. എനിക്കിതിൻ്റെ മൊട്ട് കാണാനാണ് ഒരുപാട് ഇഷ്ടം. ഇത് നമുക്കിപ്പോൾ വിരിഞ്ഞിട്ടുള്ള അഖിലയാണ്. അഖില തന്നെ വിരിയുന്ന വെറൈറ്റിയാണ്. പക്ഷെ എങ്കിലും ചില സമയങ്ങളിലൊക്കെ ഇതായിട്ട് വിരിയുമ്പം ഒരു പിങ്ക് ഷെയ്ഡ് നമുക്ക് കുറച്ചേ കാണുള്ളൂ. വൈറ്റ് ഷെയ്ഡായിരിക്കും കൂടുതലും. അപ്പോൾ ഞാനിവിടെ താഴോട്ട് വിരിയിപ്പിക്കാതെ ജസ്റ്റ് അഖിലയുടെ ഷേപ്പിൽ തന്നെ വിരിയുന്ന പോലെ അതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ല കളർ കിട്ടും. ഇപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് അടുത്തത് ഋഷിയാണ്. നമുക്ക് പച്ച കളറിൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വെറൈറ്റിയാണ്. ഓരോ ഇലയിലും ഫ്ലവർ വരുന്ന മൾട്ടി പെറ്റൽ വെറൈറ്റിയാണ്. നമ്മുടെ കളക്ഷനിലോട്ടൊക്കെ നമുക്ക് എടുത്ത് ചേർക്കാവുന്നൊരു നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല ബ്ലൂമിംഗ് ആണ്. ഇതും ആദ്യം വെച്ചപ്പോൾ എനിക്ക് ട്യൂബർ ആയതാണ്. ഇപ്പോൾ രണ്ടാമത് വെച്ചിട്ട് നല്ല ഫ്ലവറിംഗ് ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് 2 ട്യൂബറും കൂടി കിട്ടി കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ആവാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഞാൻ പിന്നെ ഒന്നും റീപോർട്ടായിട്ട് ചെയ്യാറില്ല. അധികവും ട്യൂബർ എടുത്ത് കഴിഞ്ഞിട്ട് അതേ പോട്ടിൽ വെറുതെ അങ്ങനെ ഇട്ട് വയ്ക്കും. ഇത് ചന്ദ്രകാന്ത എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നല്ല പക്ക ട്രോപ്പിക്കലാണ് കേട്ടോ. അടിപൊളിയായിട്ട് ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ്. ഇതൊക്കെ ഞാൻ റീപോർട്ട് ചെയ്യാതെ എത്ര സമയമായെന്നുള്ള എനിക്ക് തന്നെ അറിയില്ല. ഈ ടബ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതൊക്കെ കണ്ടോ, ഞാനിങ്ങനെ ട്യൂബറൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് വീണ്ടും അതിൻ്റെ റണ്ണറൊക്കെ ഇതിലിങ്ങനെ തന്നെ വെച്ചതാണ്. ചൂടിന് വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിപ്പോവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നിട്ടും നമുക്ക് കണ്ടോ, ഇതാ ഒരുപാട് ഫ്ലവറായി കൊഴിഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും മൊട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലത്തെ ഒരു വെറൈറ്റിയാണിത്, റെഡ് പ്രോസ്പർ. ഇതും സെയിം ആണ്. വറ്റിയിട്ട് കണ്ടോ, വെള്ളം പോലും ഇല്ല. പക്ഷെ എങ്കിലും മൊട്ടുകളൊക്കെ നിൽക്കുന്നുണ്ടോ. ഇത്രയും മൊട്ടുകളാണ്. ഇതൊക്കെ വിരിഞ്ഞ ഫ്ലവേഴ്സാണ്. റെഡ് പ്രോസ്പറിന് നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് കേട്ടോ. ചെറുതൊന്നുമല്ല, നല്ല വലിപ്പമുള്ള ഫ്ലവറാണ്. എത്ര ഫ്ലവേഴ്സ് ആയി എന്ന് നോക്കിക്കോ. ഇതൊക്കെ കൊഴിഞ്ഞു പോയതാ. ഇങ്ങനെയൊക്കെ നമുക്ക് താമര വിരിയുമ്പം താമര നടാതിരിക്കാൻ തോന്നുമോ? ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. സെറ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല കട്ടി കളറാണ്. ഒരുപാട് ഇതളുകൾ ഉള്ളതാണ്.
നല്ല പോലെ ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ്. സെറ, ശ്വേത ഇതൊക്കെ ട്യൂബർ കിട്ടാൻ തന്നെ പാടാണ്. നല്ല എന്താ ഹാർഡ് റണ്ണർ ടൈപ്പ് ട്യൂബറാണ് ഇതിൻ്റെയൊക്കെ കിട്ടുക അധികവും. അത്രയ്ക്ക് ബ്ലൂമിങ് ആയതുകൊണ്ടാണ് ഇതൊക്കെ ട്യൂബർ ആവാൻ ഭയങ്കര പാട്. നല്ല അടിപൊളി കളറാണ് കേട്ടോ, ഡാർക്ക് കളറാണ്. ഇതിപ്പോൾ വെയിലത്തൊക്കെ എടുക്കണോണ്ട് നിങ്ങൾക്കത് എത്രമാത്രം അതിൻ്റെ കളറ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് അറിയില്ല. നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് ഏതൊരു ഫ്ലവറിൻ്റെ ആയാലും കളറും ഭംഗിയും പെറ്റൽ അറേഞ്ച്മെൻറ്റും ഒക്കെ നമുക്ക് ശരിക്കും ഒന്ന് അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ സെറ ഇതും നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഒക്ടോപ്പസ് ആണ്. ഇത് വിരിയിപ്പിച്ചാണ് കേട്ടോ. വിരിയിപ്പിക്കുമ്പോൾ നമുക്കിത് ഈ എക്സാക്റ്റ് കളർ കിട്ടും. തന്നെ വിരിയാൻ വേണ്ടി കാത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കളർ ഇച്ചിരി ഷെയ്ഡായി പോവും. അപ്പോൾ ഈ ബ്യൂട്ടിയിൽ കാണാനാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. അപ്പോൾ ഞാൻ അധികവും വിരിയിപ്പിക്കാറാണ് ഇവിടെ. ഒക്ടോപ്പസ് ആണ് ഏകദേശം എല്ലാവരുടെ കയ്യിലുള്ള വെറൈറ്റിയാണ്. നല്ല ബ്ലൂമിംഗ് ആണ് ഇതും, കുഴപ്പമില്ലാതെ നല്ലപോലെ ഫ്ലവറിങ് ആവും. അങ്ങനെ ഒരുപാടൊന്നും കാത്തിരിക്കേണ്ട, വലിയ വലിയ സ്റ്റാൻഡിങ് ലീഫൊക്കെ വരാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ഒരു വെറൈറ്റി അല്ല ഇത്. പെട്ടെന്ന് തന്നെ മൊട്ട് വരും. ഈ വെറൈറ്റിയുടെ പേര് ധ്രുവ് എന്നാണ് കേട്ടോ. ഇതും നല്ല പക്ക ട്രോപ്പിക്കലാണ്. ഒരുപാട് ഫ്ലവറൊക്കെ തരുന്ന വെറൈറ്റിയാണ്. ഡാർക്ക് പിങ്ക് അല്ലാതെ ഒരു ഇളം പിങ്ക് കളറാണ് കേട്ടോ. ഇതും ഞാൻ വിരിയിപ്പിക്കാറുണ്ട്. ഭംഗി കാണാൻ വേണ്ടിയിട്ടേ, നല്ല കളർ കാണാൻ വേണ്ടിയിട്ട് വിരിയിപ്പിക്കും. മൊട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ. അതിപ്പോൾ എടുത്തു വെച്ച ഫോട്ടോ ഇല്ല. മൊട്ട് നല്ല ഭംഗിയാണ് മൊട്ട് കാണാൻ. ധ്രുവ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊക്കെ നട്ടു വെച്ചിട്ട് ഒരുപാട് ടൈം ആയതാണ് കേട്ടോ. പിന്നെയും ഫ്ലവറിങ് ആണ്. അതും ചെറിയ സൈസിലൊന്നുമില്ല, നല്ല വലിയ സൈസിലാണ്. നമ്മുടെ 2 കൈ കൂട്ടിച്ചേർക്കുമ്പോൾ ഉള്ള അത്രയും വലിയ സൈസിലാണ് നമുക്ക് ഫ്ലവർ ഉണ്ടാവുക. അപ്പോൾ ധ്രുവ് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കളക്ഷനിലോട്ട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്ത സുന്ദരി നമ്മുടെ ലക്ഷ്മി കുട്ടിയാണ് കേട്ടോ. പെറ്റൽസ് കണ്ടോ, കൂമ്പി നിൽക്കുക. സീഡ് പോഡ് കാണില്ല. നമോ ലക്ഷ്മി ഇത് 3ഉം ഏകദേശം ഇതുപോലെ തന്നെയാണ്. സീഡ് പോഡ് കാണില്ല. നല്ലപോലെ കൂമ്പി നിൽക്കുന്ന വെറൈറ്റീസാണ്. ഒരുപാട് പെറ്റൽസ് ഉള്ളതാണ്. ഇവരൊക്കെ കുറിച്ച് പറയേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് തോന്നുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. നല്ല ഡാർക്ക് കളറിൽ വലിയ ഫ്ലവറായി നിൽക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ ലക്ഷ്മി. ഇവളാണ് പിങ്ക് സ്പാർക്കിൾ. ഇതൊക്കെ ഞാൻ നട്ട് വെച്ചിട്ട്, ഈ പോട്ടിൽ നട്ട് വെച്ചിട്ട് 2 വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ. ആ പോട്ടിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം ഉണ്ട് അതിൽ. എന്താണ് നമ്മുടെ വാട്ടർ പ്ലാന്റും ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ താമരയുണ്ട്. ഇതിൻ്റെ ഇലയൊന്നും വലിയ സ്റ്റാൻഡിങ് ലീഫൊക്കെ വലുതായിട്ടൊന്നും കാണാനൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പോഴും ഫ്ലവറിങ് ആണ്. ഓരോ ഇല വരുമ്പോൾ കൂടെ മൊട്ട് വരും. എന്തിൻ്റെ പേരിലാണെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോൾ എന്നോട് ഒരുപാട് ഇഷ്ടമുള്ളതായി അതുകൊണ്ടായിരിക്കാം അല്ലേ. അസോളയും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. വെള്ളമൊക്കെ വറ്റും. എന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് സമയം കിട്ടുമ്പോഴാണ് നിറയ്ക്കുക. കാര്യം വൈകുന്നേരം നമ്മൾ കയറി വരുമ്പോഴൊക്കെ ഇവിടെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഇല്ലാതെ വെള്ളം കയറാതെയൊക്കെ ആവും. അപ്പോൾ ഇങ്ങനെ കാത്തിരുന്ന് വല്ലപ്പോഴും സമയം കിട്ടുമ്പോഴാണ് ഇത് നിറച്ച് വയ്ക്കുക. എങ്കിലും ഇവരൊക്കെ നമ്മളോട് നല്ലപോലെ സ്നേഹം കാണിക്കും. അടുത്തതേ വൈറ്റ് പിയോണി. ഇവരൊക്കെ നോൺ സ്റ്റോപ്പ് ബ്ലൂമിങ് ആണ് കേട്ടോ. നല്ല വലിയ ഫ്ലവേഴ്സാണ്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതുമാത്രമല്ല, ഇവരൊക്കെ രാവിലെ ഒന്നൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെറുതെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. സ്വയം അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യമാണ്. എനിക്കിവിടെ വൈറ്റ് പിയോണി, അഖില ഇതൊക്കെ ഞാൻ 2ഉം 3ഉം പോട്ടിലൊക്കെ വെക്കും. കാര്യം നമുക്ക് അതെപ്പോഴും ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ പിന്നെ ഒഴിവാക്കാനേ തോന്നില്ല. അത് അത്രയും നല്ല വെറൈറ്റീസാണ് ഇതൊക്കെ. നല്ലപോലെ ഫ്ലവറിങ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. ഒന്ന് ജസ്റ്റ് നട്ട് വെച്ചാൽ മതി. വളം പോലും കൊടുക്കണ്ട. എങ്കിലും നല്ലപോലെ വലിയ ഫ്ലവറൊക്കെ തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ്, വിലയേറിയ കമൻറ്റ്സ് നമുക്ക് എഴുതി അറിയിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.